ഓം ശ്രീനാരായണ പരമഗുരവീ നമഃ. സുപ്രഭാതം. 1124 ദിവസമായ ഇന്ന് 2024 ജൂൺ മാസം 12 ബുധനാഴ്ച, 1199 ആണ്ട് ഇടവമാസം 29 ഗുരുവചനങ്ങളിലൂടെ. ചെല്ലാൻ സുഖമുണ്ടെന്ന് കരുതി തെറ്റായ പദം സ്വീകരിക്കരുത്. ചൊല്ലാൻ സുഖമുള്ളത് നോക്കി ശരിയായ പദം സ്വീകരിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ശരിയായ വാക്കും ഭാഷയും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചൊല്ലാൻ സുഖമുണ്ടെന്ന് കരുതി തെറ്റായ പദം സ്വീകരിക്കരുത്. ചൊല്ലാൻ സുഖമുള്ളത് നോക്കി ശരിയായ പദം സ്വീകരിക്കണം. മഹാകവി കുമാരനാശാൻ തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ചില പദങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെന്ന് ഒരു ശിഷ്യൻ ഗുരുദേവനോട് പറഞ്ഞു. ബാലരാമായണത്തിൽ മഹാരാജാവ് എന്നതിന് മഹാരാജ എന്നും ലീലയിൽ മനഗഘ എന്നതിന് മനോഗഘ എന്നുമാണ് പ്രയോഗിച്ചിട്ടുള്ളതെന്നും അറിയിച്ചു. ഇത്രയും കേട്ടപ്പോൾ കുമാരന് തെറ്റുവരുമോ എന്ന് ഗുരു ചോദിച്ചു. ഇതിനെപ്പറ്റി ആശാനോട് നേരിട്ട് ചോദിക്കുകയുണ്ടായെന്നും നിർബന്ധമുള്ളവർ തിരുത്തി ചൊല്ലിക്കൊള്ളട്ടെ എന്നും മനഗഘ എന്നതിനേക്കാൾ മനോഗഘ എന്നാണ് ചൊല്ലാൻ സുഖം എന്നും ആശാൻ അപ്പോൾ പറഞ്ഞതായും ശിഷ്യൻ ഉണർത്തിച്ചു. ഈ സന്ദർഭത്തിലാണ് ഗുരുദേവൻ ശിഷ്യനോടായി മേൽക്കാണുന്ന പ്രസ്താവം നടത്തിയത്. ആശയവിനിമയത്തിന് മുഖ്യ ഉപാധിയായിരിക്കുന്നത് ഭാഷയാണ്. ഭാഷ ഒരു ശരീരമാണെങ്കിൽ അതിൻ്റെ അവയവങ്ങളാണ് വാക്കുകൾ. അവയവങ്ങൾ വേണ്ട വിധം സംരക്ഷിക്കപ്പെടുമ്പോഴും ശരിയായ വിധം പ്രവർത്തിക്കപ്പെടുമ്പോഴുമാണ് ശരീരം ആരോഗ്യകരമായ നിലയെ പ്രാപിക്കുന്നത്. അതുപോലെ ശരിയായ പദങ്ങൾ വേണ്ട പ്രകാരം ശരിയായ നിലയിൽ വിനിയോഗിക്കുമ്പോഴാണ് ഭാഷ സംശുദ്ധമായിരിക്കുന്നത്. ഭാഷയില്ലെങ്കിലുള്ള അവസ്ഥയെ നിർവചിക്കുക എന്നത് തന്നെ പ്രയാസകരമാണ്. ആംഗ്യഭാഷ കൊണ്ട് എല്ലായിടത്തും വിനിമയം സാധ്യമല്ല. ഉദാഹരണത്തിന്, ഇരട്ടത്തിരിക്കുന്ന 2 പേർക്ക് പരസ്പരം ആശയവിനിമയം നടത്തണമെങ്കിൽ ഭാഷ തന്നെ വേണം. അപ്പോൾ ഭാഷയില്ലെങ്കിൽ ജീവിതം തന്നെ നിശ്ചലമായി പോകും. മഹാത്മാക്കളുടെ ദർശനവും ചിന്തയും മുതൽ ഈശ്വരൻ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ വരെ നിലനിർത്തുന്നത് ഭാഷയാണ്. അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രകാശം പതിയുന്നതിനും പതിപ്പിക്കുന്നതിനും ഭാഷ വേണം. അതുകൊണ്ട് ഭാഷാശുദ്ധി വളരെ പ്രധാനമാണ്. അഴുക്കുകൊണ്ട് ശരീരം മലിനപ്പെടുന്നത് ഏതു പ്രകാരമാണോ അപ്രകാരമാണ് തെറ്റായ പദങ്ങൾ കൊണ്ട് ഭാഷയും മലിനപ്പെടുന്നത്. ഭാഷയെ മലിനപ്പെടുത്തുന്നത് തന്നെ മലിനപ്പെടുത്തുന്നതിന് തുല്യമാണെന്നറിഞ്ഞ് തെറ്റായ പദങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും ശരിയായ പദങ്ങളെ സ്വീകരിക്കുകയും വേണം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.